ഇത് നമ്മളൊരു ചെറുനാരങ്ങൻ്റെ മരമാണ്. ഇത് നമ്മൾ ഈ കുരുമുളപ്പിച്ചുണ്ടാക്കിയതായിരുന്നു. ആദ്യമൊക്കെ കുറേ കായൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം കായ് കുറവായിരുന്നു. ഈ പ്രാവശ്യം ഒന്നും കായ് കാണില്ല. അപ്പോൾ ഏതായാലും ഇതിന് വളമൊക്കെ കുറഞ്ഞിട്ടായിരിക്കും ഈ കവറിൽ പോരായിരുന്നു. അതായത് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് താഴെ മണ്ണിലേക്ക് നടാനുള്ള പരിപാടിയാണ്. ഈ കവറിൽ നിന്ന് ഇതിനെ ഒഴിവാക്കിയിട്ട് താഴെ മണ്ണ് കൊണ്ടുപോയി നടാം. ചിലപ്പോൾ വളക്കുറവാണോ, കായ് പിടിച്ചതായിരുന്നു. ഇപ്പോൾ അത് നമ്മൾ മൊത്തത്തിൽ വെച്ചിട്ട് 3 വർഷമായി. 1 വർഷം കഴിയുമ്പോൾ തന്നെ അതിന്മേൽ കായ് പിടിച്ചിരുന്നു. അന്നൊക്കെ കുറച്ച് കായൊക്കെ ഉണ്ടായിരുന്നു. 2ാം വർഷം ഉണ്ടായിരുന്നു. ഈ വർഷം തീരെ എവിടെയും കായൊന്നും കാണില്ല. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. വളക്കുറവായിരിക്കും എന്ന് വിചാരിക്കുന്നത്. ഈ വളം നമുക്ക് ഇട്ട് കൊടുത്തലൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇവിടെ ഏശിയില്ല. ഇനി മണ്ണിലേക്ക് ഒന്ന് വെച്ച് നോക്കാം. മണ്ണിലേക്ക് വെച്ചിട്ട് കായ് പിടിച്ചിട്ടില്ലെങ്കിൽ വലിയ മരമായി, കായ് പിടിച്ചിട്ടില്ലെങ്കിൽ വെട്ടി ഒഴിവാക്കി വേണം. ലാസ്റ്റ് ടെസ്റ്റ് വെക്കുക. ഇതിനെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കായ് ഫലം കിട്ടാത്ത പിന്നെ ടെറസിൽ ഇങ്ങനെ കയറ്റിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് ഈ മണ്ണൊക്കെ ഒഴിവാക്കിയിട്ട് താഴെ ഇറക്കണം. നാരങ്ങത്തൈൻ്റെ ചുവട്ടിൽ സൈഡിൽ നിന്നൊക്കെ കുറച്ച് മണ്ണെടുത്ത് ഒഴിവാക്കണം. ഇതിന് പിന്നെ വേറിട്ടെടുക്കണം. കവറ് കീറാൻ പറ്റില്ല, പുതിയ കവറാണ്. അപ്പോൾ കവറ് കീറാണ്ട് ഒഴിവാക്കി കൊടുക്കണം. 24 പുതിയ കവറിട്ടിട്ട് പോയി ഏകദേശം 2 മാസമൊക്കെ ആയിട്ടുള്ളൂ. ഏതായാലും ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കാര്യമല്ലല്ലോ. കായ് ഫലം അല്ലാണ്ട് നമ്മൾ ടെറസിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു കാര്യമില്ല. വെറുതെ നനച്ചെടുത്ത് സ്ഥലം വേസ്റ്റാക്കുക എന്നല്ലാണ്ട്. ഏതായാലും താഴെ മാറ്റി മണ്ണിലേക്ക് നട്ടു വെക്കുക. എന്നിട്ട് കായ് പിടിക്കുന്നില്ലെങ്കിൽ ഒഴിവാക്കണം, ഒഴിവാക്കണം. എന്നിട്ട് വലിയ തൈ വേണം. അതാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത്. വേരൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. വളം കുറവായിട്ടായിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ട്. അറിയില്ല, കുരുമുളച്ചതാണെങ്കിലും കായ് ഉണ്ടായി കഴിഞ്ഞാൽ നല്ലോണം കായ് ഉണ്ടാകേണ്ടതാണ്. കായൊക്കെ പിടിച്ചതാണ്. കായ് 1 വർഷം കഴിയാനുണ്ട് കായ് പിടിച്ചു. കായ് സ്ട്രോങ് ആയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ വളക്കുറവിൻ്റെ പ്രശ്നമായി. ഇനി ഏതായാലും മണ്ണിൽ വെച്ചു. അതൊന്ന് ശരിയാകുമോ, ശരിയായില്ലെങ്കിൽ വെട്ടിക്കളയും. കവറിന് പുറത്താക്കിയിട്ടുണ്ട്. ഇനി മണ്ണൊക്കെ ഒഴിവാക്കിയിട്ട് താഴെ ഇറക്കണം. മണ്ണോട് കൂടെ താഴെ ഇറക്കാൻ കഴിയില്ല, ഭയങ്കര വെയിറ്റേ. സംഗതിയൊക്കെ നല്ല വലുപ്പമൊക്കെ ഉണ്ട്, പക്ഷേ കായ് പിടിക്കുന്നില്ലല്ലോ. കായ് പിടിച്ചില്ല പിന്നെന്താ കാര്യം, വലുതായിട്ട് കാര്യമില്ല. ആദ്യമൊക്കെ 2 വർഷത്തിൽ നല്ല കുഴപ്പമില്ലാതെ കായ് ഉണ്ടായിരുന്നു. തോനൊന്നും ഇല്ലെങ്കിലും 10-20 കായ് 25 കായൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം തീരെ കായ് പിടിച്ചില്ല ഈ പ്രാവശ്യം. അപ്പോൾ വളക്കുറവാണോ എന്താ അറിയില്ല, ചിലപ്പോൾ വളക്കുറവായിരിക്കും. ഏതായാലും താഴെ മണ്ണിലേക്ക് തന്നെ വെച്ച് നോക്കാം. ഉണ്ടാകട്ടെ, വളം പിടിച്ച് കായ് പിടിക്കട്ടെ. ഇത് കുരു മുളച്ച് വന്ന ഇങ്ങനെ നമ്മൾ വേസ്റ്റിൽ ഇങ്ങനെ കുരു മുളച്ച് വന്ന് എടുത്തിട്ടുണ്ടാക്കിയ തയ്യാണ്. പെട്ടെന്ന് തന്നെ 1 വർഷം കൊണ്ടത് പെട്ടെന്ന് വളർന്ന് കായ് പിടിക്കുകയും ചെയ്തു. ഇപ്പോൾ കായ് പിടിച്ച് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ കായ് ഇല്ലാണ്ടായി. കായ് തീരെ പൂക്കൾ വിരിയുന്നില്ല തീരെ. ഏതാണ്ട് അത് ഇറക്കി വെച്ച് നോക്കുക, പിന്നെന്താവും അറിയാം. ഓറഞ്ച് തൈനെ താഴെ കൊണ്ടുവന്ന് സെറ്റാക്കി ചെറിയ കുയ്യ് എടുത്തിട്ട് അതിൽ സെറ്റാക്കി. ഇനി 5-6 മാസം നോക്കുക. കായ് പിടിച്ചാൽ ഇവിടെ വെച്ചത്, അല്ലെങ്കിൽ വെച്ച് ഒഴിവാക്കണം. ഇത് നമ്മൾ ലെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നല്ല കായുണ്ട്, ചെറിയ ഒരല്ല കായൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം 1 വർഷം ആകുന്നുള്ളൂ. 1 വർഷം ആയില്ല, 8 മാസം 9 മാസമൊക്കെ ആയിട്ട്. അപ്പോൾ തന്നെ കായൊക്കെ പിടിച്ച്
ഉഷാറാണ്.